ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങളും ബീഫും നെയ്ച്ചോറൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ ഞങ്ങൾക്കിത് കഴിച്ചിട്ട് ഫാമിലിയിൽ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, അതിന് പോകണം. അപ്പം ഞാനും മഫേഡിയും കഴിക്കാതിരിക്കണേന് ഞാൻ അവന് വാരിക്കൊടുത്ത് ഞാനും കഴിക്കാമെന്ന് വിചാരിച്ച് ബാക്കി എല്ലാവരും കഴിച്ച്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ എന്താ പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങളുടെ ഫാമിലിയിൽ തുടങ്ങിയ ഒരു ആചാരമാണ് കേട്ടോ. ഇങ്ങനെ 10ാം ക്ലാസ്സുകാർക്ക് ട്രോഫി, അത് എൻ്റെ മോനും മൂത്താപ്പാടെ പേരക്കുട്ടിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അവർ രണ്ടുപേരും ഫുൾ A+ ആയിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും ആ ഒരു സന്തോഷത്തിൽ വീട്ടിൽ കൊണ്ടുവന്ന് തരുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തവണ അത് നമ്മൾ അമ്മായിയുടെ വീട്ടിൽ എല്ലാവരെയും വിളിച്ചിട്ടാണ് ചെയ്യണേ കേട്ടോ. ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയ ഓറഞ്ചിൻ്റെ നാരങ്ങ എന്നും പറയാം. അങ്ങനെ പൊളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഓറഞ്ച് പോലെ ഇട്ടിരിക്കണം. ഇതൊരു മരം ഉണ്ട് കേട്ടോ, അത് നിറച്ച് ഇങ്ങനെ കാഴ്ചെടുക്കുകയാണ്. അപ്പോൾ അതേ ഫ്രണ്ടിൽ തന്നെ കിണറായതുകൊണ്ട് അതൊരു പൂക്കോട പോലെയൊക്കെ അത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ ഞങ്ങളുടെ ക്യാപ്റ്റൻ അവിടെ നിന്ന് ആ കുഞ്ഞ് ഓറഞ്ച് പറിച്ചെടുക്കണുണ്ട്. 3 മണിക്കാണ് അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2:30 ആയപ്പോഴത്തേക്കും ഞങ്ങളൊക്കെ ഒന്ന് സെറ്റൊക്കെ ചെയ്തിടാൻ വേണ്ടിയിട്ട് വന്നേക്കണതാണ്. അപ്പോൾ കഴിഞ്ഞ തവണ SSLC പാസ്സായവർക്ക് മാത്രമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇത്തവണ SSLCയും +2 അപ്പോൾ 2 ക്ലാസ്സിലെയും വിജയികൾക്ക് നമ്മൾ ട്രോഫിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ മൈക്ക് സെറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. അതൊക്കെ സെറ്റ് ചെയ്യാൻ ഇക്കാക്കമാരൊക്കെ ഇപ്പോൾ തന്നെ എത്തും. പിന്നെ ട്രോഫി ഇത്താത്ത കൊണ്ടുവന്നിട്ട് അതവിടെ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാനും ഇത്താത്തേരി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടിരിക്കണേ. അപ്പോൾ ഞാൻ ഇത്താത്താനോട് പറഞ്ഞ് ഇത്താത്ത അടിമക്കണ്ണായിട്ടൊക്കെ എടുത്ത് വെക്കുകയാണ്, ഞാനിവിടെ ഇങ്ങനെ വീഡിയോ പിടിച്ചേക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇത്താത്ത എന്നോട് പറഞ്ഞു കുഴപ്പമില്ലടി നീ എടുത്തോ വീഡിയോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കണേണ് കേട്ടോ. അപ്പോൾ അത് 6 കുട്ടികളാണ് ഇത്തവണ +2ഉം 10ാം ക്ലാസ്സും പാസ്സായേക്കണത്, 2ലും കൂടി. അപ്പോൾ 6 പേർക്കുള്ള ട്രോഫി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാനറൊക്കെ ഇവിടെ ഇക്കാക്കയുടെ മോൻ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മോളും ഉണ്ട് കേട്ടോ, അവൾക്കും +2ന് ഫുൾ A+ ആണ്. ഇവിടെ ഷോക്കേസും നിറഞ്ഞ ട്രോഫികൾ ഇരിക്കുകയാണ് കേട്ടോ 2 പേരുടെയും. നമ്മൾ ഫാമിലി മൊത്തം ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ചെയറൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇക്കാക്ക ഓട്ടോയിൽ പോയി എടുത്ത് വന്നിട്ട് അവിടെ ഞങ്ങൾ നിരത്തിയൊക്കെ ഇട്ട് കറക്റ്റ് 3 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടോ. നമ്മൾ കൊടുത്ത അവാർഡ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത മൊമെന്റോ SSLCക്ക് ഫുൾ A+ മേടിക്കാതെ തന്നെ ആ മെമ്പർ ഞങ്ങൾക്ക് മൊമെന്റോ തന്നു ഞങ്ങളുടെ കുടുംബം. ഇത് ചെങ്ങമനാട് പഞ്ചായത്തിലെ 13ാം വാർഡിലെ മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒക്കെ ആയ നൗഷാദ് പാറപ്പുറം, അതായത് ഞങ്ങളുടെ ഇക്കാക്കയും കൂടിയാണ്. അപ്പോൾ സ്പീച്ച് പുള്ളിയുടെ അപ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്യാതെ സ്പീച്ച് ഇട്ടതാണ് കേട്ടോ. പിന്നെ കുറേ പേരൊക്കെ ഇക്കാക്കമാരും മൂത്താപ്പ ഞങ്ങളുടെ പപ്പയൊക്കെ കുറച്ച് ചെറുതായിട്ടൊക്കെ പ്രസംഗിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാവർക്കും ട്രോഫിയൊക്കെ കൊടുത്തു പിള്ളേരുകൾക്ക്. പിന്നെ അവരെയൊക്കെ മൂത്താപ്പന്മാരുടെയൊക്കെ കൂടെയും മൂത്തുമ്മാരുടെയും പിന്നെ ഉമ്മച്ചിയുടെയൊക്കെ കൂടെയൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ അതേ നന്ദി പറയണത് ഞങ്ങളുടെ ക്യാപ്റ്റൻ ഇത്താത്തയാണ്. അപ്പോൾ ഇത്താത്തേന് ഇതിനെല്ലാത്തിനും മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു ക്യാപ്റ്റനായിട്ട് ഞങ്ങളുടെ മുമ്പിൽ നിന്നത് കേട്ടോ. അപ്പോൾ ഇത്താത്താടെ ഒരു നല്ല ഉഗ്രൻ സ്പീച്ചായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഗെയിമൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു, എല്ലാവരും കൂടണതല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും രസം ഈ ഗെയിമായിരുന്നു കേട്ടോ, ഈ മ്യൂസിക് ബോൾ. നല്ല ചിരിക്കാനുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ടീ പാർട്ടി ഉച്ച കഴിഞ്ഞാണല്ലോ, അപ്പോൾ ചായയും സമൂസയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഫാമിലിയിൽ എല്ലാവരും കൂടി ഇങ്ങനെ കൂടുമ്പോഴൊക്കെ എല്ലാവർക്കും നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പം അങ്ങനെ പരിപാടിയൊക്കെ അടിപൊളിയാക്കി എല്ലാവരും ഹാപ്പി ആയിട്ട് പിരിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ.